പറഞ്ഞു തീരാത്ത ദാനം നിമിത്തമായി ദൈവത്തിനു സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തമായി ദൈവത്തിനു സ്തോത്രം. വീഴ്ചകൾ വന്നപ്പോൾ, താഴ്ചകൾ വന്നപ്പോൾ, കൺമണി പോലെന്നെ കാത്തതിനാ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തമായി ദൈവത്തിനു സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിൽ വാക്യം പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ അധ്യായത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനം നിമിത്തം പറഞ്ഞു തീരാൻ കഴിയാത്ത അൺകൗണ്ടബിൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ കൃപ, ദാനം പറയാൻ കഴിയത്തില്ല. അത് താഴ്ചയിൽ എന്നെ തലോടിയതാണ്, വീഴ്ചയിൽ ബലഹീനതയിൽ എൻ്റെ കൂടെ നിന്ന ദൈവത്തിൻ്റെ കൃപ നിമിത്തം പറഞ്ഞു തീരാൻ കഴിയാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്താണ് യഥാർത്ഥത്തിൽ ആ ദാനം? യോഹന്നാന്റെ സുവിശേഷത്തിൽ ശമരിയ പട്ടണത്തിൽ യേശു കാത്തിരിക്കുന്നു. കിണറ്റിൽ കാത്തിരിക്കുന്ന ശമരിയക്കാരത്തോട് പറയുകയാണ്, ഞാൻ നിനക്ക് തരുന്ന ദാനം ഇന്നതെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നീ ദാഹിക്കത്തില്ലായിരുന്നു, ഒരിക്കലും നീ അത് നിഷേധിക്കത്തില്ലായിരുന്നു. അതെ, അവളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ദാനം ആവശ്യമായി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടേക്കോ ആശ്രയവും എവിടേക്കോ പ്രത്യാശയും നശിച്ച് നിങ്ങളായിരിക്കുകയാണോ? വിടുതൽ അനുഭവിക്കാൻ കഴിയാതായിരിക്കുകയാണോ? യഹോവയാകുന്ന ദൈവം ഇന്ന് പ്രവാചക ശബ്ദത്തിൽ നിങ്ങളോട് അരുളി ചെയ്യുന്നു, പറഞ്ഞു തീരാൻ കഴിയാത്ത ദാനം തന്ന് ദൈവം നിന്നെ ആ ചേറ്റിൽ നിന്നും, ആ പ്രയാസത്തിൽ നിന്നും കർത്താവ് നിന്നെ കരം പിടിച്ച് ഉയർത്തി പറഞ്ഞ വാഗ്ദത്തം ചെയ്ത ദാനത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. ഇത് കേൾക്കുന്ന ചിലരുടെ ലൈഫിനകത്ത് പറഞ്ഞു തീരാൻ കഴിയാത്ത, വർണ്ണിക്കാൻ കഴിയാത്ത, പ്രതീക്ഷകൾ അടഞ്ഞ, വഴി അടഞ്ഞ മേഖലയിൽ പറഞ്ഞു തീരാൻ കഴിയാത്ത ദാനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you all. Amen.